നമസ്കാരം. എൻ്റെ പേര് ശ്രീകാന്ത്, അമ്പാടി ജ്യോതിശാലയം അടൂർ. വാസ്തുവും വീടും എന്ന നമ്മളുടെ ഈ ഒരു എപ്പിസോഡ് ഇന്ന് പരാമർശിക്കാൻ പോകുന്നത്, ഗ്രഹം നിർമ്മിക്കുമ്പോൾ ആ ഗ്രഹത്തിന് അടുക്കള അനുയോജ്യമായത് എവിടെയാണ്. തീർച്ചയായിട്ടും അടുക്കള എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം, നമ്മളുടെ ജീവിതത്തിലെ ഓരോ വ്യക്തിയുടെയും ജീവൻ നിലനിർത്തുന്നത് അടുക്കളയിൽ നിന്നാണ്. അവിടെ ഉണ്ടാകുന്ന ആഹാരം, പാചകം ചെയ്യുന്ന ആഹാരത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അടുക്കളയ്ക്ക് ഗ്രഹത്തിൽ വളരെയേറെ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. പണ്ട് കാലത്ത് ഗ്രഹവും അടുക്കളയും തമ്മിൽ ഒരിച്ചിരി വ്യത്യാസമുണ്ടായിരുന്നു. അതിന് ഉപഗ്രഹം നിർമ്മിച്ചിട്ട് അവിടെ അടുക്കള പണിയുമായിരുന്നു. വളരെ വിദൂരത്ത് കൊണ്ടുപോയിട്ട് ഉപഗ്രഹം നിർമ്മിച്ചിട്ടാണ് കക്കൂസും കുളിമുറിയും ഒക്കെ ക്രമീകരിച്ചിരുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഗ്രഹത്തിനകത്തേക്ക് അടുക്കള കൊണ്ടുവരുമ്പോൾ ഏറ്റവും ഉത്തമമായ അടുക്കള വരാനുള്ള സ്ഥാനം തെക്ക് കിഴക്ക് ഭാഗമാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ തെക്ക് കിഴക്ക് ഭാഗം ഉത്തമമായി അടുക്കള വരാൻ സാഹചര്യങ്ങൾ കൊണ്ടുവരേണ്ടത് എന്തുകൊണ്ട്? 8 ദിക്കുകളിൽ അഗ്നിദേവന്റെ വാസമുള്ളത് ആഗ്നേയ ദിക്ക്, ഇത് തെക്ക് കിഴക്കേ മൂലയിലാണ്. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് അടുക്കള നിർമ്മിക്കാവുന്നതാണ്. തെക്ക് കിഴക്ക് കോർണറിൽ പൂർണ്ണമായിട്ടും അടുക്കള വരാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കിഴക്കോട്ട് നിന്ന് പാചകം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്താണല്ലോ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതലും ആൾക്കാർ അടുക്കള നിർമ്മിക്കുന്നത് എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. അങ്ങനെ നിർമ്മിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. എന്നാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും മത്സ്യമാംസാദികൾ പാചകം ചെയ്യുന്ന ഗ്രഹം നിർമ്മിക്കരുത്. തെക്ക് കിഴക്ക് ഭാഗത്താണ് ചുടുവാനുള്ള വിധി ഭൂമിയിൽ പോലും കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് മത്സ്യമാംസാദികൾ നിർമ്മിക്കുവാൻ ഒരിക്കലും അഭികാമ്യമല്ല. അങ്ങനെ മത്സ്യമാംസാദികൾ നിർമ്മിക്കുവാൻ അഭികാമ്യമല്ലാത്തത് കൊണ്ട് തന്നെ ആ ജീവിതചര്യ, വെജിറ്റേറിയൻസ് ആയിട്ട് കേരളത്തിൽ ജീവിക്കുന്ന, ഇന്നത്തെ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ബ്രാഹ്മിൺസ്, അവർ വടക്ക് കിഴക്ക് ഭാഗത്താണ് ഗ്രഹത്തിൻ്റെ വടക്ക് കിഴക്ക് മൂലയിലോട് ചേർന്നിട്ടാണ് അടുക്കള നിർമ്മിച്ചിട്ടുള്ളത്. അവരുടെ ജീവിതചര്യയിൽ തന്നെ വളരെയേറെ വ്യത്യാസമുണ്ട്. അവർ രാവിലെ അടുക്കളയിൽ വന്നിട്ട് വെറുതെ ഒരു കുളിക്കാതെ പോലും അടുക്കളയിലേക്ക് എത്തില്ല. 1. 2, വെറുതെ വന്നിട്ട് അടുക്കളയിൽ കയറിയിട്ട് കണ്ണിൽ കണ്ടതെല്ലാം എടുത്തു വെച്ച് പാചകം ചെയ്യാറില്ല. അവർ ചെയ്യുന്നതിന് മുമ്പ് അടുക്കളയിൽ തീ കത്തിക്കുന്നതിന് മുമ്പ് അടുപ്പിൽ വിറക് വെച്ച്, പ്ലാംവിറക് വെക്കും, അല്ലെങ്കിൽ നല്ല ഉത്തമമായ ദേവവൃക്ഷത്തിലുള്ള വിറകുകൾ വെച്ച് അവിടെ അഗ്നിയെ ജ്വലിപ്പിക്കുമ്പോൾ അവരുടെ സങ്കല്പത്തിൽ തന്നെ അവിടെ ഗണപതിക്കോ ഇഷ്ടമൂർത്തികൾക്കോ ആ അഗ്നിയിൽ തന്നെ ഒരു ചെറിയ നിവേദ്യമുണ്ടാകും. നാളികേരം കൊടുക്കും, നെയ്യ് കൊടുക്കും, അവൽ കൊടുക്കും. ഇങ്ങനെ സങ്കല്പം. ഇനി ഇതൊന്നുമില്ലെങ്കിലും ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോൾ അവർ സങ്കല്പത്തിൽ പോലും അഗ്നി ജ്വലിപ്പിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അവിടെ ഇഷ്ടദേവനെയോ അല്ലെങ്കിൽ അവരുടെ പരദേവതകളെയോ കുടുംബക്ഷേത്രത്തിലെ അല്ലെങ്കിൽ കുടുംബ ആരാധനയിലുള്ള മൂർത്തികളെയോ സങ്കല്പിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോവുക. ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആചരണങ്ങൾ ഒരിക്കലും മോശമാകാറില്ല. ഇനിയും അല്ലാത്തവർ, നോൺ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർ വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള നിർമ്മിച്ചാൽ എന്താണ് കുഴപ്പം? നിങ്ങൾ സ്വയം നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ വീടുമായിട്ടുള്ള ജീവിതത്തെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക, ബന്ധിപ്പിച്ച് നോക്കിയാൽ മതി. അപ്പോൾ എങ്ങനെയാണത് ബന്ധിപ്പിച്ച് നോക്കേണ്ടത്? വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള നിർമ്മിച്ചിട്ടുള്ള സാധാരണപ്പെട്ട ജനങ്ങൾ, കുടുംബങ്ങൾക്ക്, കുടുംബത്തിനുള്ളിൽ തന്നെ വ്യക്തികൾക്ക് ഇടയിൽ അഭിപ്രായ ഭിന്നത വർദ്ധിക്കുന്നുണ്ടോ? ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം 2 വ്യത്യസ്തമായ അഭിപ്രായത്തിൽ കലഹം കൂടുന്നുണ്ടോ? ഒരുമിച്ച് യോജിച്ച ഒരു അഭിപ്രായത്തിലേക്ക് എത്തിച്ചേരുവാൻ ക്ലേശങ്ങൾ വരുന്നുണ്ടോ? ഈ ഒരു അനുഭവം ഉണ്ടോ എന്ന് നിങ്ങൾ വിലയിരുത്തുക. വീടിനും ഭൂമിക്കും വടക്ക് കിഴക്ക് ഭാഗം ഒരുപോലെ യോജ്യമായ രീതിയിൽ വരികയും ആ വടക്ക് കിഴക്ക് ഭാഗത്തെ മൂലയിൽ തന്നെ വീട്ടിൽ അടുക്കള നിർമ്മിച്ച് അവിടെ നോൺ വെജിറ്റേറിയൻ കുക്ക് അവരിൽ നല്ല വിഭാഗത്തിലുള്ളവർക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അല്ലാത്ത നല്ല വിഭാഗം, ഒരു വിഭാഗം, അതിൽ ചില പ്രത്യേക മാറ്റങ്ങൾ ഉണ്ടാകും, അതിന് കാരണങ്ങളും ഉണ്ടാകും.
അങ്ങനെയുള്ള ദേശവും സ്ഥാനവും കാണിച്ചു തന്നാൽ ഞാൻ അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. അപ്പോൾ തീർച്ചയായിട്ടും 95% ആൾക്കാർക്കും നോൺ വെജിറ്റേറിയൻസ് കുക്ക് ചെയ്യാൻ ഒരിക്കലും വടക്ക് കിഴക്ക് ഭാഗം അഭികാമ്യമല്ല. അവിടെ അഭിപ്രായ ഭിന്നതകൾ ഗ്രഹത്തിനകത്തുണ്ടാകും. ഈ അനുഭവമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലൈക്ക് ഇടുക. അപ്പോൾ ഏറ്റവും ഉത്തമമായി അടുക്കള പണിയുവാൻ യോജിച്ചത് വടക്ക് കിഴക്ക് ഭാഗമാണ്. എന്നാൽ അവിടെ വെജിറ്റേറിയൻസ് ആണ് നല്ലത്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ജീവിതത്തിൽ ജീവിക്കുന്നവർക്ക് വടക്ക് കിഴക്ക് ഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള നിർമ്മിക്കാവുന്നതാണ്. മധ്യമമായിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും വടക്ക് ഭാഗത്തും ഒക്കെ അടുക്കള നിർമ്മിക്കാവുന്നതാണ്. ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗ്രഹത്തിന് അടുക്കള പാടില്ല. അപ്പോൾ അടുക്കളയ്ക്ക് അനുയോജ്യമായ സ്ഥാനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കിഴക്ക് ഭാഗത്തേക്ക് അടുക്കള നിർമ്മിക്കാം. കിഴക്ക് ഭാഗം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അടുക്കളയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏത് രീതിയിലുള്ള പാചകത്തിനും തെക്ക് കിഴക്ക് ഭാഗം ഉത്തമം. ഇനി മറ്റൊരു കാര്യം വളരെയേറെ ശ്രദ്ധിക്കേണ്ടത്, മോഡേൺ അടുക്കള, പ്രാചീന അടുക്കള, ഇങ്ങനെ അടുക്കള രണ്ടാക്കരുത്. അങ്ങനെ അടുക്കള രണ്ടാക്കാതിരിക്കുന്നതാണ് ഉത്തമം. പരമാവധി ഗ്രഹത്തിൽ മാസ്റ്റർ ബെഡ്റൂമിനേക്കാളും ചെറുതായിരിക്കണം നിങ്ങളുടെ അടുക്കള. അതുകൊണ്ട് ആധുനിക അടുക്കളയും പ്രാചീന അടുക്കളയും ഒന്നും നിർമ്മിച്ച് ആവശ്യമില്ലാത്ത ജീവിതാനുഭവങ്ങൾ കൊണ്ടുവരാതിരിക്കുക. വരവിനേക്കായി കൂടുതൽ ചിലവുണ്ടാകും ഇങ്ങനെ മോഡേൺ ആകാൻ പോകുമ്പോൾ. ഒറ്റ അടുക്കള, ഗ്യാസും വിറകും എല്ലാം ഒരിടത്ത് തന്നെ ക്രമീകരിച്ചുകൊണ്ട് പോകൂ. മാസ്റ്റർ ബെഡ്റൂമിനേക്കാൾ വളരെ ചെറിയ അടുക്കള കൊണ്ടുവരൂ. വരവിനേക്കാൾ വലിയ ചിലവുണ്ടാവുകയില്ല. അപ്പോൾ അടുക്കളയ്ക്കുള്ള സ്ഥാനവും അതിൻ്റെ അടിസ്ഥാന മാനദണ്ഡങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.